നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 കറണ്ട് അഫയേഴ്സ്, പ്രധാനമായിട്ടും പ്രധാനപ്പെട്ട ദിനങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ എക്സാംസിനൊക്കെ എന്താ ചോദിക്കുന്നത്. ഇപ്പൊ പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം എന്താണ്, തീം എന്താണ്, അല്ലെങ്കിൽ പരിസ്ഥിതി ദിനത്തിന്റെ ഹിസ്റ്ററി, ഇങ്ങനെ 2-3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനകത്തുനിന്ന് എഴുതാനാണ് ചോദിക്കുന്നത്. സോ പണ്ടൊക്കെ എന്നാണ് പരിസ്ഥിതി ദിനം എന്ന് ചോദിച്ചിരുന്നത്. ഇപ്പൊ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഡിഗ്രി ലെവൽ എക്സാംസും +2 ലെവൽ എക്സാംസും 10th ലെവൽ എക്സാംസും എല്ലാം ഫോക്കസ് ചെയ്യുന്നവര് ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 പ്രധാനപ്പെട്ട ദിനങ്ങളും അതിന്റെ തീമുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററി, മറ്റ് പോയിന്റ്സ് ഡീറ്റെയിൽഡ് ആയിട്ടാണ്. പ്രധാനമായിട്ട് ഒരു 3-4 ദിവസങ്ങൾ എടുത്തിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. 10 മിനിറ്റ് വീഡിയോ ഉള്ളൂ, ഒഴിവാക്കാതിരിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ലോക പരിസ്ഥിതി ദിനം 2026 നമുക്ക് എല്ലാവർക്കും അറിയാം. ജൂൺ 5 നമ്മൾ എല്ലാ വർഷവും പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ 5. എന്താ പരിസ്ഥിതി ദിനത്തിന്റെ പ്രത്യേകത? പരിസ്ഥിതി സംബന്ധമായ അടിയന്തര വെല്ലുവിളികൾ നേരിടുന്നതിനായിട്ട് ലോകമെമ്പാടുമുള്ള സർക്കാരുകള്, സംഘടനകള്, വ്യവസായ സ്ഥാപനങ്ങള്, പൗരന്മാർ എന്നിവരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ദിവസമാണ് ലോക പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാടിയായ UNEP അതിന്റെ നേതൃത്വത്തിൽ വർഷം തോറും ആചരിക്കുന്ന ഈ ദിനം പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണത്തിനും പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള ആഗോള വേദിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്തിന്റെ അണ്ടറിലാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? യുണൈറ്റഡ് നേഷന്റെ UNEP നേതൃത്വത്തിലാണ് എല്ലാ വർഷവും ലോകമെമ്പാടും പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഇനി നമുക്കറിയാം 2026 ജൂൺ 5 നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. പ്രമേയം, തീം എന്തായിരുന്നു? പ്രകൃതിയിൽ നിന്ന് പ്രചോദനം, കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി. 2026 തീം എന്താണ്? ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. ഇത് ചോദിക്കും. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം, കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി. ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. ഇതാണ് 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. തെറ്റിക്കരുത്. ഇനി നോക്കുക, ഈ വർഷത്തെ പ്രചരണം, നമ്മുടെ ഈ ഒരു പ്രചാരണം നൗ ഫോർ ക്ലൈമറ്റ് എന്ന ആഗോള ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. എന്താണ് ഈ വർഷത്തെ പ്രചാരണം? ഈ പറഞ്ഞ പ്രചാരണം നൗ ഫോർ ക്ലൈമറ്റ് എന്ന ആഗോള ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ യഥാർത്ഥ കാലാവസ്ഥാ പരിഹാരങ്ങൾ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയായിട്ടാണ് ഇത് ഉയർത്തിക്കാട്ടുന്നത്. എല്ലാവരും പറഞ്ഞിട്ട് പോകുമല്ല, ഇത് കാലാവസ്ഥാ പരിഹാരം നമുക്ക് നന്നായിട്ട് നടത്തണം എന്നുള്ള രീതിയിലാണ് ഈ പ്രാവശ്യത്തെ പരിസ്ഥിതി ദിനത്തിന്റെ ആഗോള ആഹ്വാനം. നൗ എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ക്ലൈമറ്റ്. ഓക്കെ. ഇനി 2026 എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആതിഥേയത്വം വഹിച്ചത് ആരാണ് എന്ന് ചോദിക്കാം. ലോക പരിസ്ഥിതി ദിനം 2026 ആതിഥേയത്വം വഹിച്ചത് അസർബൈജാൻ ആണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അസർബൈജാൻ ആണ് 2026 ആതിഥേയത്വം വഹിച്ച രാജ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ്. 1972 നടന്ന ചരിത്ര പ്രസിദ്ധമായ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവയോൺമെന്റിന് ശേഷമാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സഭ, അതായത് യുണൈറ്റഡ് നേഷന്റെ ജനറൽ അസംബ്ലി, പൊതുസഭ ലോക പരിസ്ഥിതി ദിനം സ്ഥാപിച്ചത്. അതും ചോദിച്ചിട്ടുണ്ട്. 1972 നടന്ന ചരിത്ര പ്രസിദ്ധമായ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവയോൺമെന്റിന് ശേഷമാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ലോക പരിസ്ഥിതി ദിനം സ്ഥാപിച്ചത്. നമുക്കറിയാം ആദ്യ ലോക പരിസ്ഥിതി ദിനം അപ്പൊ ആചരിച്ചത് ഏത് വർഷമായിരിക്കും? തൊട്ടടുത്ത വർഷം 1973 ജൂൺ 5 പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വികസനത്തിനുമായി ലോകവ്യാപകമായ ഒരു പ്രസ്ഥാനത്തിലൂടെ ഇത് തുടക്കം കുറിച്ചു. ഓക്കെ. അപ്പം നമുക്ക് ചോദിക്കുന്ന ചോദ്യം 2026 തീം ചോദിക്കും. അതുപോലെ നൗ ഫോർ ക്ലൈമറ്റ്, ഇതാണ് ആഗോള ആഹ്വാനം പ്രചരണം നടത്തുന്ന ഈ വർഷത്തെ മറ്റൊരു തീം എന്ന് പറയുന്നത്. ഈ പ്രാവശ്യത്തെ ആതിഥേയത്വം വഹിച്ചത് അസർബൈജാൻ ആണ്. എന്നാ ഇത് സ്ഥാപിച്ചത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത്? 73 ജൂൺ 5 ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണമായിട്ടുള്ള കോൺഫറൻസ് ഏതാണ്? സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവയോൺമെന്റ് 1972. ഇത്രയും കാര്യങ്ങൾക്കകത്ത് സംശയമില്ലല്ലോ. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലോക തണ്ണീർത്തട ദിനം. എന്നാ ലോക തണ്ണീർത്തട ദിനം? ഫെബ്രുവരി 2 ആണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം ആചരിക്കുന്നത്. ഫെബ്രുവരി 2 അപ്പൊ ഈ വർഷവും ആചരിച്ചു അല്ലെ.
അപ്പം 1997 മുതലാണ് എല്ലാ വർഷവും ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങുന്നത്. 1977. പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്താ, 71 ഫെബ്രുവരി 2 ഇറാനിലെ റാംസറിൽ വെച്ചിട്ട് തണ്ണീർത്തടങ്ങളെ കുറിച്ച് ഒരു കൺവെൻഷനിൽ അന്താരാഷ്ട്ര ഉടമ്പടിയായി ലോക തണ്ണീർത്തട ദിനം അംഗീകരിച്ചു. അപ്പം ഈ വർഷത്തെ തീം എന്താണ്, 2026 ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനത്തിന്റെ തീം, വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ തീമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവുകളും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നു. ഇതാണ് തീം. വെറ്റ്ലാൻഡ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവുകളും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ഈ വർഷത്തെ തീം. അപ്പൊ എന്നോട്ട് ആഘോഷിക്കുന്നത് 77 മുതലാണ് അല്ലെ, ഫെബ്രുവരി 2. എന്നാ റാംസർ കൺവെൻഷൻ നടന്നത് 71 ഫെബ്രുവരി 2 നടന്നത്. സംശയമില്ലല്ലോ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് നമ്മൾ ആഘോഷിച്ച ഒരു കാര്യമായിരുന്നു ജൂൺ 21. എന്താ പ്രത്യേകത, അന്താരാഷ്ട്ര യോഗാ ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗയാണ്. അപ്പൊ എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നത്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിനും ഐക്യത്തിനുമായി 2015 മുതൽ, എന്നോട്ടാണ് 2015 മുതലാണ് യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയത്. 2015 മുതൽ. ആരാ സ്റ്റാർട്ട് ചെയ്തത്, നമ്മുടെ നരേന്ദ്രമോദിയാണ്. ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്, 2015 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 2014 സെപ്റ്റംബർ 27 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്യവേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു ആശയം അവിടെ അവതരിപ്പിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. 2014 സെപ്റ്റംബർ 27 യുണൈറ്റഡ് നേഷന്റെ ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പം പ്രധാനമന്ത്രി എന്ത് പറഞ്ഞു നരേന്ദ്രമോദി, ജൂൺ 21 നമുക്ക് അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചാൽ എന്താ എന്ന് ചോദിക്കുന്നു. എന്താ പ്രത്യേകത ജൂൺ 21? ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും നീളം കൂടിയ ദിനമാണ് ജൂൺ 21. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും നീളം കൂടിയ ദിനമാണ് ജൂൺ 21. ആത്മീയമായി പല പാരമ്പര്യങ്ങളും ഈ ദിവസത്തിന് പ്രാധാന്യമുണ്ടെന്നും അതുകൊണ്ട് ജൂൺ 21 നമുക്ക് യോഗാ ദിനമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കാമെന്ന് യുണൈറ്റഡ് നേഷൻ അഭിസംബോധന ചെയ്തത് 2014 സെപ്റ്റംബർ 27 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിനുശേഷം ഇന്ത്യയുടെ നിർദ്ദേശം റെക്കോർഡ് പിന്തുണയോടെ 175 അംഗരാജ്യങ്ങളുടെ സഹകരണത്തോടെ യുണൈറ്റഡ് നേഷൻ അംഗീകരിക്കുകയും അങ്ങനെ 2015 ജൂൺ 21 ആദ്യ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുകയും ചെയ്തത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. ഈ വർഷത്തെ തീം എന്താ, 2026 യോഗ തീമാണ് യോഗ ഫോർ ഹെൽത്തി ഏജിങ്. എന്താ, യോഗ ഫോർ ഹെൽത്തി ഏജിങ്. ഇമ്പോർട്ടന്റ് ആണ്. യോഗ ഫോർ ഹെൽത്തി ഏജിങ് 2026 തീമാണ് യോഗ ഫോർ ഹെൽത്തി ഏജിങ്. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 5 ദിവസം മുൻപ് നടന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷം. ഇതിന്റെ തീം ഉറപ്പായിട്ടും ചോദിക്കും, യുവശക്തി ഫോർ വികസിത് ഭാരത് അറ്റ് 2047. യുവശക്തി ഫോർ വികസിത് ഭാരത് അറ്റ് 2047. ഇതാണ് തീം. നോക്കിക്കേ, ദ തീം ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ 2026 ഈസ് ബേസ്ഡ് ഓൺ 2 മേജർ ആസ്പെക്ട്സ്. 2 മേജർ ആസ്പെക്ടിലൂടെയാണ് നമ്മുടെ തീം. ഒന്ന്, വന്ദേ മാതരത്തിന്റെ 180-ാം വർഷം. 2, യുവശക്തി ഫോർ വികസിത് ഭാരത് അറ്റ് 2047. ഈ 2 തീമും, ഒന്ന് നാഷണൽ സോങ് ആണ് നമ്മുടെ, രണ്ടാമത്തെ യുവശക്തി ഫോർ വികസിത ഭാരത് 2047 എന്ന് പറയുന്നത് ഇന്ത്യൻ യൂത്തിനെ റെപ്രസെന്റ് ചെയ്യാണ്. ഇന്ത്യൻ യൂത്തിന്റെ റോള് സയൻസിലായിക്കോട്ടെ, പുതിയ കണ്ടുപിടുത്തം ഇന്നോവേഷൻ ആയിക്കോട്ടെ, എന്റർപ്രണർഷിപ്പ് ആയിക്കോട്ടെ, അത് 2047 ആകുമ്പോഴത്തേക്ക് യുവതലമുറയുടെ കോൺട്രിബ്യൂഷനെ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് യുവശക്തി ഫോർ വികസിത് ഭാരത് അറ്റ് 2047 എന്നുള്ള പേര് കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെ തീം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതേ സമയം തന്നെ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി AI ബേസ്ഡ് ട്രാൻസ്ലേറ്റർ ആയിരുന്നു. നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ സ്പീച്ച് ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണിയിലൂടെ 22 ഇന്ത്യൻ ലാംഗ്വേജിലേക്കാണ് കൺവേർട്ട് ചെയ്തത്. 22 ഇന്ത്യൻ ലാംഗ്വേജിലേക്ക് വികസിത് ഭാരത് 2047 പറ്റിയിട്ട് അദ്ദേഹം പറയുന്ന സമയത്ത് 22 ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാവർക്കും കേൾക്കത്തക്ക രീതിയിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തിയത് ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി വഴിയായിരുന്നു. ഓക്കെ, ഇപ്പൊ വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കായികം, നവീകരണം, രാഷ്ട്ര നിർമ്മാണ മേഖലകളിലെ യുവ ഇന്ത്യക്കാരുടെ നേട്ടം, ആശയങ്ങള് അല്ലെങ്കിൽ സംഭാവനകൾ എന്നിവ പ്രദർശിപ്പിക്കുക എന്നതാണ് എത്രാമത്തെ വാർഷികമായിരുന്നു നമ്മുടെ ഇത്? 80-ാമത്തെ ആയിരുന്നു. 80-ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും ക്ഷണിതാക്കൾ എന്ന് പറയും. ഇപ്രാവശ്യത്തെ ക്ഷണിതാക്കൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നമ്മുടെ ജയിച്ചു വന്നിട്ടുള്ള ഒളിമ്പ്യാഡ് താരങ്ങളായിക്കോട്ടെ,
പ്രധാനപ്പെട്ട യുവതലമുറകൾ, നമ്മുടെ രാജ്യത്തിലേക്ക് സമ്മാനങ്ങളുമായിട്ട് വന്ന യുവതലമുറകളായിക്കോട്ടെ, ഇങ്ങനെയുള്ളവരായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ക്ഷണിതാക്കൾ. വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികരണം, നവീകരണം, ഇങ്ങനെ ഇന്ത്യക്കാരുടെ നേട്ടങ്ങൾ, ആശയങ്ങൾ, സംഭാവനകളൊക്കെ പ്രദർശിപ്പിക്കുകയായിരുന്നു 18th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ഇപ്പൊ 10th ലെവലിനൊക്കെ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതിന്റെ തീം ചോദിക്കും. യുവശക്തി ഫോർ വികസിത് ഭാരത് 2047, അതുപോലെ 150 വർഷം വന്ദേ മാതരം, ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതുപോലെയുള്ള ഡേയ്സും ഇതുപോലെ റിലേറ്റഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റ് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.